ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 2026 വർഷഫലമാണ്. അതായത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഈ 3 നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഈ വർഷഫലം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വർഷം തുടക്കത്തിൽ അതുപോലെ വർഷത്തിലുടനീളം ഗ്രഹസ്ഥിതികൾ എവിടെയൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതായത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതുക്കൾ, ഈ 4 ഗ്രഹങ്ങളെ പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കി ഗ്രഹങ്ങളുടെ അടിസ്ഥാനവും കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് വർഷഫല വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു വർഷത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ഫലങ്ങൾ, ഏറ്റക്കുറച്ചിൽ എവിടെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വർഷഫലത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വർഷമാകും 2026. അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026. പുതിയ ജോലി കിട്ടാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ട്. തുടക്കത്തിൽ തന്നെ പുതിയ ജോലിക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ട് നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വർഷമായിട്ടാണ് കാണിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും നിങ്ങൾക്ക് അങ്ങനെയുള്ള വർക്ക് റിലേറ്റഡ് സ്ട്രെസ് കൂടാനുള്ള സാധ്യതയും അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഹയർ അതോറിറ്റീസിനെ, നിങ്ങളുടെ മാനേജേഴ്സിനെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതിനിമിത്തം കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ജോലി സേഫ് ആണ്. അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ കൂടുതലായിട്ട് വരുന്നതല്ല. ഇങ്ങനെയുള്ള ചെറിയ ബാഹ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി മസ്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതായത് കറുകമാല സമർപ്പിക്കാം, നാളികേരം ഉടയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രം പരദേവത പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ചില ആളുകൾ കുടുംബക്ഷേത്രത്തിൽ പോകാറില്ല. ഇപ്പൊ എന്റെ അടുക്കൽ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വരുന്ന ആൾക്കാർ ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, പല ആളുകളും കുടുംബക്ഷേത്ര ദർശനം നടത്തത്തില്ല. അങ്ങനെ അല്ലാതെയുള്ള വഴിപാടുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും നിത്യവും കുടുംബദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇപ്പൊ ദൂരെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ക്ഷേത്ര ദർശനം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ദിവസവും സന്ധ്യാവേളകളിൽ വിളക്ക് തെളിയിച്ച് കുടുംബദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും, ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും വിദേശത്താണെങ്കിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാകും 2026. ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തവർക്കും പ്രൊമോഷൻ റിക്വസ്റ്റ് കൊടുത്തവർക്കും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്ക് കൊടുത്തവർക്കും 2026 മാർച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ്. 100% എല്ലാവർക്കും വരുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയില്ല. നിങ്ങളുടെ പേഴ്സണലി അങ്ങനെ കാര്യങ്ങൾ കണ്ടെത്തി, ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ പേഴ്സണലി കാര്യങ്ങൾ കണ്ടെത്തി, അതായത് കബഡി പ്രശ്നത്തിലൂടെ കണ്ടെത്തി പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കബഡി പ്രശ്നത്തിലൂടെ അങ്ങനെ പരിഹാരം, അങ്ങനെ ഓൺലൈൻ കൺസൾട്ടിങ് എടുക്കാറുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും അത് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള സമയമായിരിക്കും 2026. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ദമ്പതികൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. അതായത് ചെറിയ രീതിയിലുള്ള സൗന്ദര്യപ്പിണക്കം ഉണ്ടാകും. അത് പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ദിനത്തില് ഭാര്യയുടെ താലിമാല ഉമാമഹേശ്വര ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിലോ താലിമാല പൂജിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള കലഹങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും ജീവിതം നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും ആ ഒരു ഐശ്വര്യത്തോടു കൂടി പോകാനും സഹായകരമാവുന്നതാണ്. അപ്പം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേ ഉള്ളൂ. ശത്രുപരമായിട്ടുള്ള തടസ്സം പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പ്ലാനിങ്ങോട് കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം.
വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമാകും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷഫലം നമുക്ക് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമായും 2026 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വീട്ടിൽ വെച്ചാരാധന, ഉപാസന കാര്യങ്ങൾ, അതുപോലെ തന്നെ സർപ്പസംബന്ധമായിട്ടുള്ള അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെ കാവ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ദൈവാധീനം കവടി പ്രശ്നത്തിൽ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള അങ്ങനെ രാശി ചിന്ത ചെയ്തുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വർഷമാണ്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ്. പ്രൊമോഷൻ റിക്വസ്റ്റ് കാര്യങ്ങൾക്ക് കൊടുത്തവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാവും 2026. ട്രാൻസ്ഫർ കാര്യങ്ങൾ അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ കൊടുത്തവർക്കും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച്, നെയ് ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ച്, ഭദ്രദീപം തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാങ്ഷനായി കിട്ടുന്നതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിത്യവും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുക. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിലും ഇങ്ങനെയുള്ള ശത്രു തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സഹായകരമാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതായത് സരസ്വതി ദേവി നിത്യവും പ്രാർത്ഥിക്കുക. വിഘ്നേശ്വര പ്രീതി വിദ്യാർത്ഥികൾ അവരുടെ കുടുംബക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് അമ്മയുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് വഴി നല്ല രീതിയിൽ ആ പഠന മികവ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും സഹായകരമാകുന്നത്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയമാകും 2026. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ദൈവാധീനം ഉണ്ടാകും. തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതായിരിക്കും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. പക്ഷേ ഉത്രട്ടാതി നക്ഷത്രക്കാർ സംസാരം, അവിടെയാണ് പ്രശ്നം. സംസാരം മിതത്വഭാവം ഇല്ലെങ്കിൽ ശത്രുക്കൾ അതുവഴി ഉടലെടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നായാലും അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നായാലും ഫ്രണ്ട് സർക്കിൾസ് വഴി ആയാലും ഔദ്യോഗികപരമായിട്ടാണെങ്കിലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംസാരം ആ ഒരു മിതത്വഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് രേവതി നക്ഷത്രം. 2025 നക്ഷത്ര ഫലത്തിൽ ഞാൻ അവസാനമായിട്ട് പ്രതിപാദിക്കാൻ പോകുന്ന രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാകും 2026. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ 2026 തുടക്കത്തിൽ ഉണ്ടാകുമെങ്കിൽ പോലും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. കുടുംബദേവിയെ പ്രാർത്ഥിക്കാം. അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ യന്ത്രം, ഹനുമാൻ സ്വാമിയുടെ തകിട്, ഏലസ് ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെയുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ യന്ത്രമാണ്. ഹനുമാൻ സ്വാമി യന്ത്രം 21 ദിവസത്തെ പൂജയ്ക്ക് ശേഷമാണ് ഹനുമാൻ സ്വാമി യന്ത്രം ഏലസ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഹനുമാൻ സ്വാമി യന്ത്രം ധരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ, ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾ, ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി എടുക്കാൻ സഹായകരമാവുന്നതാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകും രേവതി നക്ഷത്രക്കാർക്ക്. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്കാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഓവറായിട്ടുള്ള അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ, അങ്ങനെയുള്ള ടെൻഷൻസ്, തലവേദന, അങ്ങനെ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് കൂടുതലായിട്ടുള്ള വയലന്റ് ആകാൻ, അതായത് ചൂടാകാനുള്ള ടെൻഡൻസി, സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ രേവതി നക്ഷത്രക്കാർ പുരുഷന്മാർക്കും കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം നല്ലൊരു മിതത്വ ഭാവത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മംഗളപരമായി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റിയ ഒരു വർഷമാകും 2026. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം തുടക്കത്തിൽ നേരിടുമെങ്കിൽ പോലും തടസ്സം മാറിക്കിട്ടുന്നതാണ്. കുടുംബദേവിയെ പ്രാർത്ഥിക്കുക. വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ദൈവാധീനമുള്ള നല്ലൊരു വർഷമാകും 2026. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാനും ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനും ഒക്കെയുള്ള നല്ല ദൈവാധീനമുള്ള വർഷമാകും രേവതി നക്ഷത്രക്കാർക്ക് 2026. ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കും അതുപോലെ തന്നെ ജോലി
കാര്യങ്ങൾ ഒക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വർഷമാകും. രേവതി നക്ഷത്രക്കാർക്ക് 2026 വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ള വർഷമാണ്. നല്ല രീതിയിൽ പഠന മികവോടുകൂടി പഠിച്ച്, അതായത് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ദൈവാധീനമുള്ള സമയമാണ്. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുക. തൃക്കൈവെണ്ണ വഴിപാടായിട്ട് സമർപ്പിക്കാം. അങ്ങനെയുള്ള തടസ്സങ്ങളും ഭാഗ്യപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. കുടുംബക്ഷേത്ര ദർശനം നടത്താം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തി കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ശനീശ്വര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിൽ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ്. ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് ജോലി കിട്ടാനുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. വിവാഹപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ശനി നിമിത്തം ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ശനീശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ ശനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വർഷമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും രേവതി നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ അലട്ടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പണം കടം കൊടുക്കുന്നത് പരമാവധി നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിലുണ്ടാവും. പേഴ്സണലി ആസ്ട്രോളജി റിലേറ്റഡ് അങ്ങനെ കബഡി പ്രശ്നത്തിലൂടെ കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേഷൻ ടൈമും കാര്യങ്ങളും അങ്ങനെ ബുക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ മെസ്സേജ് അയച്ച് അതിന് റിപ്ലൈ തരുന്നതാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതിന് ഫീസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നല്ല ഒരു വർഷം നേരുന്നു. നന്ദി, നമസ്കാരം.